ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടരുന്ന ഗാസയിൽ 3 ദിവസത്തെ പരിമിതമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുവാൻ ധാരണ. ഇസ്രായേൽ സൈന്യവും ഹമാസും ഇക്കാര്യത്തിൽ തീരുമാനത്തിലെത്തുകയായിരുന്നു. ഗാസയിൽ ആദ്യഘട്ട പോളിയോ വാക്സിനേഷൻ നടക്കുവാൻ പോകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് 3 ദിവസം നിബന്ധനകളോടെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. 6,40,000 കുട്ടികളാണ് പോളിയോ വാക്സിൻ എടുക്കുന്നതെന്ന് മുതിർന്ന ലോകാരോഗ്യ സംഘടന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഞായറാഴ്ചയാണ് വാക്സിനേഷൻ പ്രചരണം ആരംഭിക്കുക. പുലർച്ചെ 6 മണിക്കും ഉച്ചയ്ക്ക് 3 മണിക്കും ഇടയിലാണ് യുദ്ധത്തിന് ഇടവേള നൽകുകയെന്ന് ലോക ആരോഗ്യ സംഘടനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ റിക് പീപ്പർകോൺ പറഞ്ഞു. സെൻട്രൽ ഗാസയിലാണ് വാക്സിനേഷൻ ആരംഭിക്കുക. 3 ദിവസം ഇവിടെ യുദ്ധത്തിന് ഇടവേളയുണ്ടാവും. അതിനുശേഷം ദക്ഷിണ ഗാസയിലാണ് വാക്സിനേഷൻ. അവിടെയും 3 ദിവസം പോരാട്ടത്തിന് അവധിയുണ്ടായിരിക്കും. തുടർന്ന് വടക്കൻ ഗാസയിൽ ആരംഭിക്കും. അതേസമയം ഓരോ മേഖലയിലും ആവശ്യം വന്നാൽ 4-ാം ദിവസവും വാക്സിനേഷൻ ഉണ്ടായിരിക്കും. ഈ സമയം യുദ്ധമുണ്ടായിരിക്കില്ലെന്ന് ഇസ്രായേൽ സൈന്യവും ഹമാസും അറിയിച്ചിട്ടുണ്ടെന്ന് പീപ്പർകോൺ പറഞ്ഞു. വാക്സിനേഷൻ എല്ലായിടത്തും എത്തിക്കുവാൻ ചിലപ്പോൾ 1-2 ദിവസം അധികമായി വരുമെന്നും WHO എമർജൻസീസ് ഡയറക്ടർ മൈക്ക് റയൻ UN സുരക്ഷാ കൗൺസിലിനെ അറിയിക്കുകയും ചെയ്തു. 2-ാം ഘട്ട വാക്സിനേഷനും ആവശ്യമാണ്. ആദ്യഘട്ടം കഴിഞ്ഞ 4 ആഴ്ച പിന്നിട്ടാൽ 2-ാം ഘട്ടം നടക്കുമെന്നും പീപ്പർകോൺ പറഞ്ഞു. നേരത്തെ ഗാസയിൽ 1 വയസ്സുള്ള കുഞ്ഞിന് പോളിയോ ബാധിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തര വാക്സിനേഷന് ലോകാരോഗ്യ സംഘടന മുന്നിട്ടിറങ്ങിയത്. കഴിഞ്ഞ 25 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പോളിയോ കേസുകൾ ഗാസയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ റൗണ്ടിലും 90% വാക്സിനേഷൻ കവറേജാണ് വേണ്ടത്. ഇതിലൂടെ മാത്രമേ പോളിയോ വ്യാപകമാകുന്നത് തടയുവാൻ സാധിക്കുകയുള്ളൂ. അന്താരാഷ്ട്ര വ്യാപനവും അതിലൂടെ പ്രതിരോധിക്കുമെന്ന് മൈക്ക് റയൻ പറഞ്ഞു. അന്താരാഷ്ട്ര സംഘടനകളുമായി സഹകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. പലസ്തീൻ കുട്ടികളെ സംരക്ഷിക്കാൻ ഈ വാക്സിനേഷൻ ആവശ്യമാണെന്നും ഹമാസ് നേതാവ് ബാസിം നെയ്ം പറഞ്ഞു. ഇസ്രായേൽ സൈന്യത്തിന്റെ ഹ്യൂമനിറ്റേറിയൻ വിഭാഗം സൈന്യവുമായി ചേർന്ന് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു. ഗാസയ്ക്ക് സഹായം എത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. പോളിയോ വാക്സിനേഷനെ ഏകോപിപ്പിക്കുവാൻ ലോകാരോഗ്യ സംഘടനയുമായും യൂണിസെഫുമായി കൈകോർക്കുമെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു.